കഴിഞ്ഞ ദിവസം കെ.സി. വേണുഗോപാൽ പറഞ്ഞു 5 ടേം 25 വർഷം നന്നായി ഇപ്പോൾ ഭരിക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ 5 വർഷം നന്നായി ഭരിക്കുകയാണെങ്കിൽ 25 വർഷം കോൺഗ്രസിന് കേരളം ഭരിക്കാനാകുമെന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയിൽ ഒരുപാട് രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഒന്ന്, 5 ടേം ഭരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ വർഷം ഒരു തുടർഭരണം കിട്ടുകയാണ് എങ്കിൽ ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി? വി.ഡി. സതീശൻ തന്നെ തുടരുമോ, അതോ കെ.സി. വേണുഗോപാൽ ആകുമോ, രമേശ് ചെന്നിത്തല ആകുമോ എന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചോദ്യം. പിന്നെ 5 ടേം എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളത്തിലൊരു തുടർഭരണം കിട്ടിയപ്പോൾ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഗതി എന്താണെന്ന്. 5 ടേം 25 വർഷമൊക്കെ തുടർച്ചയായി കോൺഗ്രസ് തന്നെ കേരളം ഭരിക്കുകയാണെങ്കിൽ ആ പാർട്ടി തന്നെ ഇല്ലാതെയാകും, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് വളരെ ദയനീയമായിട്ടൊരു അവസ്ഥയിലേക്ക് പോകില്ലേ? അപ്പൊ എന്തുദ്ദേശിച്ചാണ് കെ.സി. വേണുഗോപാൽ അത്തരമൊരു പരാമർശം നടത്തിയത്, അല്ലെങ്കിൽ അത്തരമൊരു കാര്യം പറഞ്ഞത്? കെ.സി. വേണുഗോപാൽ ഇന്ത്യയിലെ തന്നെ എല്ലാ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമുന്നതരായ നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ ആസ്പെക്റ്റ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ CPM അത്രമേൽ ദുർബലപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു ആസ്പെക്റ്റിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിലെ CPM ഇത്ര വലിയ തിരിച്ചടി നേരിട്ടിട്ടും ഒരു തിരുത്തൽ പോലും അവരിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ തിരുത്തണമെന്ന് ആവശ്യപ്പെടാൻ അതിൻ്റെ അകത്ത് പ്രതീക്ഷയുള്ള ഒരുപാട് ചെറുപ്പക്കാർ, പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതിയ ഒരുപാട് ചെറുപ്പക്കാർ പോലും മിണ്ടാതിരിക്കുന്ന സാഹചര്യമാണ്. കീഴ്ഘടകത്തിൽ ഈ പാർട്ടിയെ കൊണ്ടല്ലാതെ ജീവിക്കുന്ന ആളുകൾ മാത്രമാണ് ഈ പാർട്ടിക്കെതിരെ ഒരു വിമർശനം നടത്തിയത്. അല്ലാതെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന MLA ആയ MP ആയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരൊന്നും ഇതിനെ തിരുത്താനോ അല്ലെങ്കിൽ ഇതിങ്ങനെ പോയാൽ പോരാ, ഇതിങ്ങനെ പോയാൽ ഇതിൻ്റെ ത്രിപുരയിലെയും ബംഗാളിലെയും അവസ്ഥയായിരിക്കും ഈ പാർട്ടിക്ക് ഇവിടെ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് തിരുത്താൻ ശബ്ദമുയർത്താനോ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏകദേശം 600ഓളം ഹോർഡിങ്സുകളാണ് പിണറായി വിജയൻ്റെ പടം മാത്രം വെച്ചുകൊണ്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വച്ചിരുന്നത്. ഈ പടം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് ആ തെരഞ്ഞെടുപ്പ് വിധി പുറത്തേക്ക് വന്ന് 5-5ാമത്തെ ദിവസമാണ് പിണറായി വിജയൻ ഒരു പ്രതികരണത്തിനെങ്കിലും തയ്യാറാവുന്നത്. ആ തെരഞ്ഞെടുപ്പ് തോൽവി ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ജനവിധി മാനിക്കുന്നു എന്നുള്ള ഒരു വരി ഫേസ്ബുക്ക് പോസ്റ്റ് പോലും എഴുതാതെയാണ് പിണറായി വിജയൻ ആ കാലം അത്രയും മുന്നോട്ട് പോയത്. ഒരു ഏകാധിപത്യ പ്രവണത തന്നെയാണ്. ജനവിധിയെ അംഗീകരിക്കാൻ മനസ്സില്ലാത്ത, എൻ്റെ അധികാരങ്ങളെ ദുർബലപ്പെടുത്താൻ അല്ലെങ്കിൽ അധികാരം ജനങ്ങളെ ഏൽപ്പിച്ചതാണ്, അത് തിരിച്ചെടുത്തു എന്ന് ഉൾക്കൊള്ളാനുള്ള മാനസിക വികാസമില്ലാത്ത ഒരു നേതാവിൻ്റെ ചെയ്തി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ 15 വർഷക്കാലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു, 10 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നു, വീണ്ടും 5 വർഷം ആ കസേര മാറിക്കൊടുക്കാതെ വീണ്ടും 5 വർഷം കൂടി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി MV ഗോവിന്ദനെ വീണ്ടും പാർട്ടി സെക്രട്ടറി ആയി തുടരാൻ ചുമതലപ്പെടുത്തി. അതുപോലെ തന്നെ DYFIയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചിന്താ ജെറാമിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് ഈ പാർട്ടി ഒരു തരത്തിലുമുള്ള തിരുത്തലുകൾക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കെ.സി. വേണുഗോപാൽ ഇവിടെ കോൺഗ്രസ് 25 വർഷം ഭരിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷം അത്രമേൽ ദുർബലപ്പെടുകയാണ്. അവർ ഈ വിഷയത്തിൽ 99 സീറ്റുമായി അധികാരത്തിൽ വന്ന പിണറായി വിജയൻ 35 സീറ്റിലേക്ക് ചുരുങ്ങിയപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ നേതൃത്വം ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉൾക്കൊണ്ടുകൊണ്ട്, പരാജയം ഏറ്റെടുത്തുകൊണ്ട് മാറി നിൽക്കുകയല്ലേ സാധാരണ ചെയ്യേണ്ടത്. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തിന് വലിയ മഹാമാരിയുടെ കാലഘട്ടത്തിലായിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിന് വിജയിച്ച് മുന്നോട്ട് വരാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റിയാണ് ഈ പാർട്ടിയിൽ ഉണ്ടായത്. സ്വാഭാവികമായിട്ടും അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല തുടരണം എന്ന് പറഞ്ഞ ആളുകളുണ്ട്, രമേശ് ചെന്നിത്തല മാറണം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ അതിനെല്ലാം മേളിൽ രമേശ് ചെന്നിത്തലയ്ക്കും വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലിനും എല്ലാം മുകളിൽ ഈ പാർട്ടിക്കൊരു തീരുമാനമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മറിച്ച് CPM-ന്റെ കാര്യത്തിൽ വീണ വിജയൻ ഏതെങ്കിലും ഒരു കമ്പനി നടത്തി അത് പൊളിഞ്ഞു പോയാൽ, അവിടെ ED വന്നാൽ, അവിടെ മാസപ്പടി പറ്റി ED വന്നാൽ അതിനെ പ്രതിരോധിച്ച് ജയിലിൽ പോകാൻ കുറേ ആളുകൾ ഈ പാർട്ടിക്കകത്ത് ഇപ്പോഴുമുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷേ ഈ ആളുകളല്ല പൊതുസമൂഹമെന്നും, പൊതുസമൂഹമാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതെന്നും അവരാണ് 35 സീറ്റിലേക്ക് ഒതുക്കി CPM-നെ പ്രതിപക്ഷത്തിരുത്തിയത് എന്നും മനസ്സിലാക്കിയാൽ മാത്രമാണ് അവർക്കൊരു തിരിച്ചുവരവുള്ളൂ. അവർക്ക് തിരിച്ചുവരവില്ലാത്തിടത്തോളം കാലം കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തന്നെയാണ് സ്പേസ്. അവർ തിരുത്താൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് തുടരാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്.
അല്ല, അങ്ങനെ പറയുമ്പോഴും തിരുത്താൻ തയ്യാറാണെന്ന് CPM ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ പിണറായി വിജയനും MV ഗോവിന്ദനും മാറിക്കൊണ്ടുള്ള ഒരു തിരുത്തലിന് CPM തയ്യാറല്ല. ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഗുണം ചെയ്യാൻ പോകുന്നത് BJPക്ക് ആയിരിക്കില്ലേ? അതൊരു ഫാക്ടറാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലോടുകൂടി BJP ഇവിടെ ഒരു പ്രധാന റോൾ പ്ലേയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ അതിലൊരു പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ MV ഗോവിന്ദനും പിണറായി വിജയനും മാറാതെയുള്ള തിരുത്തൽ. 99 സീറ്റ് തന്ന് കേരളത്തിലെ ജനം പിണറായി വിജയനെ രണ്ടാമത് തെരഞ്ഞെടുത്ത് വിട്ട് മൂന്നാമത് ജനവിധിക്കായി പോളിറ്റ് ബ്യൂറോ എക്സംഷൻ കൊടുത്ത് പിണറായി വിജയനെ വീണ്ടും മത്സരിപ്പിച്ച് ആ തെരഞ്ഞെടുപ്പിൽ 35 സീറ്റിലേക്ക് ദയനീയമായി പരാജയപ്പെടുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും ആരേറ്റെടുക്കണം? ആ പിണറായി വിജയൻ തന്നെ ഏറ്റെടുക്കണം. കാരണം എന്തെന്നാൽ ജനം പറയുകയാണ്, നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ ഞങ്ങൾ അസ്വസ്ഥരാണ്, ആ ഭരണത്തിന് വിരുദ്ധമായാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്, ആ നിങ്ങൾക്ക് ഞങ്ങൾ അർപ്പിച്ച എല്ലാ വിശ്വാസവും പിന്തുണയും ഞങ്ങൾ പിൻവലിക്കുകയാണ്, അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിൻ്റെ നേതൃത്വത്തിൽ നിന്നും മാറണം എന്നുകൂടിയാണ് ജനം പറഞ്ഞു വയ്ക്കുന്നത്. ആ ജനത്തിന്റെ തീരുമാനത്തെ ഉൾക്കൊള്ളാതെ ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പൊ ആദ്യം സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ ഒരു ഏകാധിപതിയാണ് എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉയർന്ന സ്വരമാണ് പിണറായി വിജയൻ ഒരു ഏകാധിപതിയാണ്, ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു. പിന്നെ CPM അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ 2 വർഷമൊക്കെ ആകുമ്പോൾ മനസ്സിലാകും അര പിണറായിയാണ് VD സതീശൻ എന്ന്. പല വിഷയത്തിലും മുഖ്യമന്ത്രി VD സതീശൻ എടുക്കുന്നതും മുഖ്യമന്ത്രിയുടെ നിലപാടാണ്, അതിൽ നിന്ന് മാറ്റാറില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് മാറ്റാറില്ല. അപ്പോ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ജനാധിപത്യ പാർട്ടിയാണെന്ന് പറയുമ്പോഴും VD സതീശന് മുകളിൽ ആരുമില്ല എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ? എല്ലാവരും പറയുന്നത് പോലെ മുഖ്യമന്ത്രി VD സതീശൻ 2 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ഒരു ഏകാധിപതിയായി മാറുമോ? ഏകാധിപത്യ പ്രവണത ഒരിക്കലും 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാകുന്നതല്ല. അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ അല്ലെങ്കിൽ CPMന്റെ കണ്ണൂർ ലോബി എല്ലാ കാലഘട്ടത്തിലും കേരളത്തിലെ CPMന്റെ അധികാരം ആരിലാണ് എന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ലോബിയിൽ തന്നെയാണ്. ഇപ്പോൾ ആ ലോബി പരാമർശം ഉണ്ടാവാത്തത് കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടാവാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ ലോബി മാത്രമേ ഇന്ന് CPMലുള്ളൂ. കേരളത്തിലെ CPMനെ നിയന്ത്രിക്കുന്നത് കണ്ണൂർ ജില്ലയാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. പണ്ട് VS അച്യുതാനന്ദൻ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ VS അച്യുതാനന്ദന് ചെറിയ ഒരു പ്രത്യേക തരം ആളുകൾ അല്ലെങ്കിൽ പൊതുസമൂഹം VS അച്യുതാനന്ദനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ആ ഒരു കണ്ണൂർ ലോബി പരാമർശങ്ങളും അല്ലെങ്കിൽ വിഭാഗീയത പരാമർശങ്ങളും ഉണ്ടായിരുന്നു. പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ ആര് തീരുമാനിക്കുന്നു അയാൾ പാർട്ടി സെക്രട്ടറി ആവും. പിണറായി വിജയൻ ആരെ തീരുമാനിക്കുന്നു അയാൾ DYFIയുടെ പ്രസിഡന്റ് ആവും. ഇത് പിണറായി വിജയൻ, ഇന്ത്യയിലെ CPM പിണറായി വിജയനിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്. ഇത്ര ദയനീയ പരാജയം ഉണ്ടായിട്ടും മാറാൻ ഒരാൾ പോലും പറയാത്തത് പിണറായി വിജയൻ മാത്രമാണ് ഇതിൻ്റെ അകത്ത് അജയ്യനായിട്ടുള്ള, അല്ലെങ്കിൽ പിണറായി വിജയന് മാത്രമാണ് ഇതിനകത്ത് സ്പേസ് ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ പിണറായി വിജയൻ മാറി നിൽക്കണം. നിങ്ങൾ 100 സീറ്റിൽ അധികാരത്തിലേക്ക് കടന്നു വന്നിട്ട് 35 സീറ്റിൽ ദയനീയമായി പരാജയപ്പെട്ട നിങ്ങൾ വീണ്ടും ഇതിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ അർഹനല്ല. കേരളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിവിധ വിഷയങ്ങളിൽ ഓടി ഈ പാർട്ടിയെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷ നേതാവിനുള്ളത്. അതിനുള്ള ആരോഗ്യമോ അതിനുള്ള ജനങ്ങളുടെ മാൻഡേറ്റോ നിങ്ങൾക്കില്ല എന്ന് പറയാൻ CPMനകത്ത് നിന്ന് ആരെങ്കിലും തയ്യാറാവുന്നുണ്ടോ? ആരും തയ്യാറാവുന്നില്ല. അവർ മാറാൻ തയ്യാറല്ല. പിണറായി വിജയന്റെ കാൽക്കീഴിൽ തന്നെ നിൽക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് വരുമ്പോൾ അവിടെ ഒരു ഏകാധിപത്യ പ്രവണത എവിടെ നിന്ന് വന്നാലും അതിനെ ശാസിക്കാനും അതിനെ നിലക്കി നിർത്താനും ഇവിടെ KPCC ഉണ്ട്, അതിന് മുകളിൽ ഹൈക്കമാൻഡ് ഉണ്ട്. ഹൈക്കമാൻഡ് ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടി വരും. ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കണ്ടതല്ലേ, പല വാർത്തകൾ പല കോണിൽ നിന്നും പല രീതിയിലും പലർക്ക് അനുകൂലമായും ഒക്കെ വന്നു. ലാസ്റ്റ് പല അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. 102 MLA അതിൽ 64 കോൺഗ്രസ് MLA ചിലപ്പോൾ 64 അഭിപ്രായമായിരുന്നിരിക്കാം. പക്ഷേ VD സതീശനാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന് അനൗൺസ് ചെയ്തപ്പോൾ ആ വിഷയം അവിടെ അവസാനിക്കുകയും 64 MLA 102 UDF MLA പിന്തുണ VD സതീശനിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഈ പാർട്ടിയാണ് എല്ലാത്തിനും മുകളിൽ. പാർട്ടിയെ മുഴുവനായി കൺട്രോൾ ചെയ്യാൻ തരുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് തന്നെ ആയാലും കഴിയില്ല. കാരണം ഇത് പല സ്റ്റേറ്റിലുമുള്ള പാർട്ടിയാണ്. ഇത് കേരളത്തിലും കണ്ണൂരും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. അതുകൊണ്ട് ഈ പാർട്ടിയുടെ നിലപാടുകളും തീരുമാനങ്ങളും ഹൈക്കമാൻഡിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുള്ളൂ. കോൺഗ്രസിന്റെ ഒരു പോളിസിയെ മുൻനിർത്തിയുള്ള നിലപാടുകൾ മാത്രമാണ് ഈ സർക്കാരിൽ നിന്നുണ്ടാവുകയുള്ളൂ.